യൂത്ത് കോൺഗ്രസിൽ തമ്മിലടി തുടരുകയാണ്. ഇന്നലെ അബിൻ വർക്കിയാണെങ്കിൽ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനാണ്. രൂക്ഷമായ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമായി തന്നെ പറയുകയാണ്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമാണ് അദ്ദേഹത്തെ ചുമതലയിൽ നിന്നും മാറ്റിയത്. അതിനുള്ള കാരണം എന്തെന്ന് ബോധ്യപ്പെടുത്തണം. അദ്ദേഹത്തോട് ഇത്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ, ഇങ്ങനെ അപമാനിക്കാതെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ രാജിവെക്കുമെന്നും പറയുന്നുണ്ട്. ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. അത് ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും ഏതെങ്കിലും ഒരു നേതാവ് വളർന്നു വരുമ്പോൾ അവരെ ചവിട്ടിത്താഴ്ത്തുക, അവരെ അവഗണിക്കുക, കള്ളക്കേസുകളിൽ കൊടുക്കുക, ഗ്രൂപ്പ് കളിച്ച് അവരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക, അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് നാം കാണുന്നത്. അബിൻ വർക്കിക്ക് എന്താണ് കുറവ്? അദ്ദേഹം എല്ലാ സമരങ്ങളിലും മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവല്ലേ, ജനകീയനായ നേതാവല്ലേ, സാധാരണക്കാർക്കിടയിൽ നിന്നും വളർന്നു വന്നൊരു നേതാവല്ലേ. അദ്ദേഹത്തെ അവഗണിച്ച് ഏതോ ഒരു നേതാവിന് വേണ്ടി പെട്ടിപിടിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നിശ്ചയിച്ചതിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ അബിൻ വർക്കിയെ കുറിച്ചും പറയുകയാണല്ലോ, ജനങ്ങൾക്കിടയിൽ നിന്നും ഏറ്റവും താഴെക്കിടയിൽ നിന്നും വളർന്നു വന്ന ഒരു നേതാവാണ് അബിൻ വർക്കി എന്ന് സൂചിപ്പിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ എന്തുകൊണ്ട് അദ്ദേഹം ദേശീയ തലത്തിൽ ഒരു സെല്ലിന്റെ ചുമതല വഹിച്ചിരുന്നു, ചെയർമാനായി ചുമതല വഹിച്ചിരുന്ന ചാണ്ടി ഉമ്മനെ പോലും ഒതുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചാണ്ടി ഉമ്മൻ പറയുന്നത് കൃത്യമാണ്, എന്നെ മാറ്റുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമായിരുന്നല്ലോ, തന്നെ മാറ്റാനുള്ള കാരണം ബോധ്യപ്പെടുത്താമായിരുന്നല്ലോ. ഒന്നുമില്ല. ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു ലിസ്റ്റ് വന്നു, അതിൽ നിന്നും തന്നെ ചവിട്ടി പുറത്താക്കി. ഈ കോൺഗ്രസിന് എന്താണ് സംഭവിക്കുന്നത്? ചില നേതാക്കൾക്ക് അടിമ പണി ചെയ്ത് ആ പാർട്ടിയെ ചരിത്രത്തിലേക്ക് തള്ളിവിടാനാണോ ഇവരുടെ ശ്രമം? പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസിന്റെ അണികൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ നേതാക്കൾ വരുത്തി വയ്ക്കുന്ന വിന, ഒരു നേതാവ് ഒരു വിന വരുത്തി വെച്ചിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം. ഇപ്പോൾ മറ്റൊരു വിനയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പോൾ അബിൻ വർക്കി വരുന്നു, അതോടൊപ്പം തന്നെ നിലവിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് വരുന്നു. ജനങ്ങൾ ആരെയാണ് ആദ്യം തിരിച്ചറിയുന്നത്? മുഖങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ജനകീയമായി മാറിയാൽ മാത്രമല്ല ജനങ്ങൾ അംഗീകരിക്കാൻ കഴിയൂ. ജനകീയ നേതാക്കൾ ഇല്ലാത്ത അവസ്ഥ അറിയണമെങ്കിൽ, അതിന്റെ പ്രതിസന്ധി അറിയണമെങ്കിൽ BJP-യോട് ചോദിച്ചാൽ മതി. അവിടെ ജനകീയ മുഖങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും മുട്ടയുമായി ആ പാർട്ടി മുന്നോട്ട് പോകുന്നത്. കാരണം അവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ജനകീയ മുഖങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് ആ പാർട്ടിക്ക് തകർച്ച നേരിടുന്നത്. മറിച്ച് നാം കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാ കാലത്തും ജനകീയ നേതാക്കളാണ് അവരുടെ വിജയം. അല്ലാതെ CPM-നെ പോലും അവർ കേഡർ പ്രസ്ഥാനമല്ല. നേതാക്കളുടെ മുഖം നോക്കാതെ ഒരു ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും കോൺഗ്രസിലില്ല. കോൺഗ്രസിൽ ജനകീയ നേതാക്കളെ ജനങ്ങൾ അംഗീകരിക്കുന്നു, അവർ വിജയിക്കുന്നു, അധികാരത്തിൽ വരുന്നു, മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നു, കേന്ദ്രമന്ത്രിയാകുന്നു. അത്തരത്തിലേക്ക് ഒരു മാറ്റമാണ്. പക്ഷേ ആ ഒരു ജനകീയ മുഖമുള്ള നേതാക്കളെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കുകയാണ്. എന്നിട്ട് കാരണം കണ്ടെത്തുന്നതോ ജാതിയും മതവുമാണ്. ഞങ്ങൾ ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ രാഹുൽ ഗാന്ധി അങ്ങ് കുരയ്ക്കുകയാണ്, ഞങ്ങൾ ജാതിക്ക് എതിരാണ്, മതത്തിനെതിരാണ്, നരേന്ദ്രമോദിക്കെതിരാണ്, വർഗീയതയ്ക്കെതിരാണ്, ഫാസിസത്തിനെതിരാണെന്ന് പറയുന്ന ആ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ വരുമ്പോൾ അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ സ്ഥാനം നൽകുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം ക്രിസ്ത്യാനി ആയിപ്പോയി. കാരണം KPCC-യുടെ പ്രസിഡന്റ് ഒരു ക്രിസ്ത്യനാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒരു ക്രിസ്ത്യനാണ്, മുസ്ലിം വനിതയാണ് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ. അങ്ങനെ 3 പേരും ന്യൂനപക്ഷം. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരു ഹൈന്ദവനെ വച്ചാലേ പറ്റുള്ളൂ എന്ന് നിലയിലെത്തി. അതാരാണ് ഈ നിലയിലെത്തിയത്? അപ്പോൾ അദ്ദേഹം സമരത്തിന് മുന്നിൽ നിന്ന് അടി കൊണ്ടത് ഈ മതം നോക്കിയാണോ? അദ്ദേഹം പോസ്റ്റർ ഒട്ടിച്ചത് മതം നോക്കിയാണോ? അന്നൊന്നുമില്ലാത്ത മതം എങ്ങനെ ഇപ്പോൾ ഉണ്ടായി? അത് വ്യക്തമാണല്ലോ. അദ്ദേഹം മികച്ച രീതിയിൽ പെട്ടിപിടിച്ചു. അതുകൊണ്ട് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി. പക്ഷേ ഇത്തരം നീക്കങ്ങൾ നിങ്ങൾ നടത്തിക്കൊള്ളൂ. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും സ്വാഭാവികമായി തന്നെ ഈ തമ്മിലടിക്കുന്നതിൻ്റെ ഫലമായി തിരിച്ചടി നിങ്ങൾക്കുണ്ടാകും. സുവർണ ഒരു അവസരം കിട്ടിയപ്പോൾ പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അയ്യപ്പന്റെ സ്വർണം വിഴുങ്ങിയവർ, അതോടൊപ്പം തന്നെ ഈ പിണറായിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി കഥകൾ പുറത്തു വരുന്നുണ്ടല്ലോ. വീണയുടെ പുറകെ ED ഉണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ മകന്റെ പുറകെയും ED ഉണ്ട്. അങ്ങനെ ആ കുടുംബത്തെ മുഴുവൻ തന്നെ അഴിമതി കഥകൾ വിഴുങ്ങി. അത്തരത്തിൽ ഓരോ ദിവസവും അഴിമതിയും ഭരണവിരുദ്ധ വികാരവും ഉണ്ടാകുമ്പോൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തേണ്ട കോൺഗ്രസോ മതത്തിന് പിന്നാലെ സഞ്ചരിക്കുന്നു,
നല്ലൊരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. നിലവിലെ KPCC പ്രസിഡന്റ് ഇന്ത്യയിലുണ്ടോ, അതോ രാഹുൽ ഗാന്ധിയെ പോലെ വിദേശത്താണോ, അതോ തിരുവനന്തപുരത്തുണ്ടോ, അതോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുണ്ടോ, ഒരു വിവരവുമില്ല. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തെ മാധ്യമങ്ങളിൽ കാണുന്നില്ല, സമരങ്ങളിൽ കാണുന്നില്ല. കോൺഗ്രസ് ഇന്ന് സമരങ്ങളിൽ, പിന്നെ ഇടക്കാലത്ത് എന്തോ ഒരു ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി എന്തോ ഒരു ഗിമ്മിക്ക് കാണിക്കുന്നുണ്ടല്ലോ, കുറിയെല്ലാം അടിച്ച് കോൺഗ്രസ് നേതാക്കൾ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അധികാരത്തിൽ അങ്ങ് വരാമെന്ന്. എങ്ങനെയാണ് അധികാരത്തിൽ വരാൻ കഴിയുക? പ്രധാന നേതാക്കൾ ഇറങ്ങി സമരം ചെയ്യൂ, അവരെ കാണാനില്ലല്ലോ. ഇപ്പോൾ എന്തോ യാത്ര വച്ചിട്ടുണ്ട്, യാത്ര വയ്ക്കൂ, പക്ഷെ യാത്രയുടെ അവസാനം ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര പോലെ ആകരുത്. കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്രയുമായി അദ്ദേഹം മുന്നോട്ട് വന്നു. പിന്നീട് 100 സീറ്റ് പോലും ലഭിച്ചില്ല. ദയനീയ പരാജയം. 3ാമത്തെ വട്ടവും അദ്ദേഹം പരാജയപ്പെട്ടു. ചിലപ്പോൾ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ പോലും ഇത്രയും അധികം പരാജയം ഏറ്റുവാങ്ങിയ മറ്റൊരു നേതാവ് കാണില്ല, ഉറപ്പാണ്. ഇദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ അറിയാം, ഇദ്ദേഹം ഒരു 100 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേതൃത്വം നൽകുകയാണ്. എല്ലായിടങ്ങളിലും പൊട്ടിപ്പാളീസായില്ലേ. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പൊട്ടിപ്പാളീസായില്ലേ. ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും വിജയിച്ച ചരിത്രമുണ്ടോ? ഏതെങ്കിലും പഞ്ചായത്തിൽ ഒരു വിജയം നേടിയാൽ പിന്നെ നെഹ്റു കുടുംബം ഉടൻ പറയും ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയമാണ്. കർണാടക തന്നെ ഉദാഹരണമുണ്ടല്ലോ. അവിടെ BJPക്കെതിരെ വലിയ രീതിയിൽ അഴിമതി ആരോപണമുണ്ടായി, ഹിജാബ് വിഷയമുണ്ടായി. ഇതെല്ലാം കൃത്യമായി ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ അവിടെ കരുത്തുള്ള KPCC പ്രസിഡന്റായ ശിവകുമാറിന് കഴിഞ്ഞു. അങ്ങനെ ശിവകുമാറിന്റെ വിജയമാണ് കർണാടകയിൽ സംഭവിച്ചത്. ഉടനെ തന്നെ നെഹ്റു കുടുംബം ഇറങ്ങി, ഇത് സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുന്നത്, ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയമാണെന്ന്. അങ്ങനെയാണെങ്കിൽ കഴിവുള്ള രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഗുജറാത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ കഴിയുന്നില്ല? രാജസ്ഥാനിൽ കഴിയുന്നില്ല, ഛത്തീസ്ഗഡിൽ കഴിയുന്നില്ല, ഹരിയാനയിൽ കഴിയുന്നില്ല, ഡൽഹിയിൽ കഴിയുന്നില്ല, ഉത്തർപ്രദേശിൽ കഴിയുന്നില്ല. ഏതെങ്കിലും നേതാക്കൾ ഒന്ന് കഷ്ടപ്പെട്ട് ഒന്ന് വിജയിച്ച് കയറുമ്പോൾ ഉടൻ തന്നെ അവിടെ രാഹുൽ ഗാന്ധി പ്രത്യക്ഷപ്പെടും. ഇത് എന്റെയും എൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും വിജയമാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം സ്വന്തമായ ഒരു ഗുജറാത്തിൽ പോയി മത്സരിക്കട്ടെ, വിജയിക്കുമോ? ഇല്ല. തോൽവിയിൽ ഭയപ്പെട്ട് ഇങ്ങ് വയനാട്ടിൽ വന്ന് ഒളിച്ചു. വയനാട്ടിൽ ഒളിച്ചിരുന്നപ്പോഴാണ്, ഈ വയനാടൻ കാടുകളിൽ ഒളിച്ചിരുന്നപ്പോഴാണ് ഒരു അശരീരി ഉണ്ടാകുന്നത്. അഖിലേഷ് യാദവുമായി സഖ്യം ചേർന്ന് പിന്നീട് ആ മണ്ഡലത്തിൽ വിജയിച്ചു. അതും അമ്മ ഒഴിഞ്ഞു കൊടുത്ത മണ്ഡലത്തിൽ വിജയിക്കുകയാണ് ചെയ്തത്. അല്ലാതെ സ്വന്തമായി ഈ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയുമോ? കാരണം സ്വന്തമായി പാർട്ടി നേരിട്ട് മത്സരിക്കുന്ന ഇടമാണല്ലോ ഗുജറാത്ത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഗുജറാത്തിൽ പോയി മത്സരിക്കണം. മോദിയുടെ തട്ടകത്തിൽ, അമിത്ഷായുടെ തട്ടകത്തിൽ പോയി BJPയെ പരാജയപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ആ പവർ നോക്കൂ. അല്ലെങ്കിൽ മധ്യപ്രദേശിൽ പോയി മത്സരിക്കൂ. അല്ലാതെ വയനാട്ടിലും ഈ അഖിലേഷ് യാദവിന്റെ പിന്തുണയോടുകൂടി തന്നെ ഉത്തർപ്രദേശിലും വിജയിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല. ഇപ്പോൾ അതേ രീതിയിലേക്കാണ് കേരളവും മാറുന്നത്. യൂത്ത് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.